previous videos we sedimentation tank and designs kandu. That rectangular sedimentation tank kandu, circular sedimentation tank kandu. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് കുറച്ച് previous question പേപ്പറിലെ design questions ആണ്. അത് ഏത് ഇയറിലെ question paper കൊടുത്തു കഴിഞ്ഞാലും നിങ്ങൾക്ക് ഒരു 10 to 15 marks question designed വന്നിരിക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ എന്തായാലും ഒഴിച്ചുകൂടാതെ നിങ്ങൾക്ക് പഠിക്കേണ്ട ഒരു പോർഷൻ ആണ് ഡിസൈൻ ഓഫ് സെഡിമെന്റേഷൻ ടാങ്ക്. അപ്പം അത് പല രീതിയിൽ ചെയ്യാം, ചോദ്യങ്ങൾ വരാം. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ വന്നിരിക്കുന്ന ഒരു ഇമ്പോർട്ടന്റ് ടൈപ്പ് ആണ് കണ്ടിന്യൂസ് ഫ്ലോ റെക്ടാങ്കുലർ സെഡിമെന്റേഷൻ ടാങ്ക്. ആ ഒരു മോഡൽ ക്വസ്റ്റ്യൻ ആണ് ഇവിടെ ഞാൻ ഇപ്പം വീണ്ടും ചെയ്യുന്നത്. ഇതിന്റെ സിമ്പിൾ വേർഷൻ നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ റെക്ടാങ്കുലർ സെഡിമെന്റേഷൻ ടാങ്ക് എന്ന് പറഞ്ഞ് ചെയ്തതാണ്. എന്നിരുന്നാലും പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യനും കൂടി ഒന്ന് ചെയ്തു നോക്കാം. ഇപ്പൊ പ്രീവിയസ് ഇയേഴ്സിൽ വന്ന ക്വസ്റ്റ്യൻസ് ആണ് ഈ കാണുന്നത്. അതില് ഏറ്റവും ആദ്യത്തെ ഇയർ, അതായത് 2018 വന്ന ക്വസ്റ്റ്യൻ പേപ്പറിൽ ഡിസൈൻ ക്വസ്റ്റ്യന് പകരം എക്സ്പ്ലനേഷൻ ഫോർ റെക്ടാങ്കുലർ സെഡിമെന്റേഷൻ ടാങ്ക് ആയിരുന്നു ചോദിച്ചിരുന്നത്. അത് കഴിഞ്ഞ് മെയ് 2019 നിങ്ങൾക്ക് നോക്കാം. നിങ്ങൾക്ക് 10 മാർക്സിന് കണ്ടിന്യൂസ് ഫ്ലോ റെക്ടാങ്കുലർ ടാങ്ക് ഡിസൈൻ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നു. അതേ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ ക്ലാരിഫോക്കലേറ്റർ ഡിസൈൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഈ ക്ലാരിഫോക്കലേറ്ററിന്റെ ക്വസ്റ്റ്യൻ നോക്കുക 15 മാർക്കിനാണ്. അത് തന്നെ നെക്സ്റ്റ് ഡിസംബർ 2019 ആകുമ്പോഴേക്കും 10 മാർക്സിന് സെയിം ക്വസ്റ്റ്യൻ വിത്ത് വാല്യൂ ഡിഫറൻസ് 6 MLD വെച്ച് ചോദിച്ചിരിക്കുന്നു. പിന്നെ ഇപ്പൊ റീസെന്റ് ആയിട്ട് നടന്നിരിക്കുന്ന സപ്ലിമെന്ററി എക്സാമിൽ എന്ത് ചെയ്തു, സർക്കുലർ സെഡിമെന്റേഷൻ ടാങ്ക് നമ്മൾ ഓൾറെഡി ഒന്ന് ചെയ്തിട്ടുണ്ട്, അത് ചോദിച്ചിട്ടുണ്ട്. പിന്നെ മെക്കാനിക്കൽ റാപ്പിഡ് മിക്സ് യൂണിറ്റ്. അപ്പൊ നമുക്ക് ഇവിടെ ഇപ്പം നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഈ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ചെയ്യാൻ പോകുന്നത്. നെക്സ്റ്റ് വീഡിയോയിൽ എന്ത് ചെയ്യാം, ക്ലാരിഫോക്കലേറ്ററിന്റെ ഡിസൈനും പിന്നെ അതിനുശേഷം മെക്കാനിക്കൽ റാപ്പിഡ് മിക്സിന്റെ ഡിസൈനും ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് ഒരു വിധത്തിൽപ്പെട്ട ഈ പോർഷനിൽ വരുന്ന ഡിസൈൻസ് എന്തായാലും നിങ്ങൾക്ക് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഡിസൈൻ എ കണ്ടിന്യൂസ് ഫ്ലോ റെക്ടാങ്കുലർ സെഡിമെന്റേഷൻ ടാങ്ക് ഫോർ എ പോപ്പുലേഷൻ ഓഫ് 20,000 persons with average per capita demand for 120 liters per day. Detention period is 6 hours. അപ്പൊ 10 മാർക്സിന്റെ ക്വസ്റ്റ്യൻ ആണ്. ഈ 10 മാർക്സിന്റെ ബ്രേക്കപ്പ് എങ്ങനെയാണെന്ന് ആദ്യം ഒന്ന് നോക്കാം. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് ഈ ഒരു ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് മീറ്റ് ചെയ്യേണ്ടത് വാട്ടർ ഡിമാൻഡ് ഫോർ എ പോപ്പുലേഷൻ ഓഫ് 20,000 പേഴ്സൺസിനാണ്. ഓക്കെ, അതായത് ഒരാൾക്ക് 120 ലിറ്റേഴ്സ് പെർ ഡേ വേണം. അങ്ങനെയാണെങ്കിൽ ഇത്രയും പോപ്പുലേഷന് ഉള്ള വാട്ടർ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എങ്ങനെയുള്ള ഒരു സെഡിമെന്റേഷൻ ടാങ്ക് ആണ് ഡിസൈൻ ചെയ്യേണ്ടതെന്ന് നോക്കണം. അപ്പൊ നിങ്ങൾ ആദ്യം ആ കംപ്ലീറ്റ് 20,000 പോപ്പുലേഷന് വേണ്ടിയിട്ടുള്ള മാക്സിമം ഡിമാൻഡ് എത്രയാണെന്ന് കണ്ടുപിടിക്കണം. കാരണം തന്നിരിക്കുന്ന ഡാറ്റയിൽ ഇത് ആവറേജ് പെർ ക്യാപിറ്റ ഡിമാൻഡ് ആണ്. അപ്പൊ എന്ത് ചെയ്യണം, നിങ്ങൾ ആദ്യം മാക്സിമം ഡിമാൻഡ് എത്രയാണെന്ന് കണ്ടുപിടിക്കണം. അപ്പൊ ഈ ആവറേജ് പെർ ക്യാപിറ്റയിൽ നിന്ന് എത്രമാത്രം വേരിയേഷൻ ഉണ്ടാവാം പീക്ക് അവേഴ്സിൽ. അപ്പൊ പീക്ക് ഫാക്ടർ ആയിട്ട് സപ്പോസ് അസ്യൂം 2, ലെറ്റ് ദ പീക്ക് ഫാക്ടർ ബി 2. ആ രീതിയിൽ അസ്യൂം ചെയ്തിട്ട് എന്ത് ചെയ്യണം, മാക്സിമം ഡിമാൻഡ് കണ്ടുപിടിക്കണം. വൺസ് നമുക്ക് മാക്സിമം ഡിമാൻഡ് കിട്ടിക്കഴിഞ്ഞാൽ അത് പെർ ഡേ വാല്യൂ വെച്ചിട്ടാണ് നമുക്ക് കിട്ടുക. നമുക്ക് എന്ത് ചെയ്യണം, അത് പെർ അവറിലുള്ള ഡീറ്റെയിൽസ് ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. പക്ഷെ നമുക്ക് സ്റ്റോർ ഒരു അറ്റ് എ ടൈം ഒരു ബാച്ച് ഓഫ് വാട്ടർ ഒരു ടാങ്കിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് സ്റ്റോർ ചെയ്യുന്ന ടൈം എത്രയാണ്, ഡിറ്റൻഷൻ ടൈം 6 അവർ. അപ്പൊ ഒറ്റ ടൈം നമ്മൾ ട്രീറ്റ് ചെയ്തെടുക്കാൻ പോകുന്ന വാട്ടർ എത്രയാണ്, 6 അവറിലേക്കുള്ള വാട്ടർ ആണ്. അപ്പൊ ടോട്ടൽ ക്വാണ്ടിറ്റി ദാറ്റ് വിൽ ബി ട്രീറ്റഡ് ഫോർ 6 അവർ കണ്ടുപിടിക്കണം. അതിനുശേഷം അപ്പോ ആ ടോട്ടൽ ക്വാണ്ടിറ്റി ഫോർ 6 അവർ എത്രയാണ് നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് ആ ടാങ്കിന്റെ കപ്പാസിറ്റി കിട്ടും. കാരണം എത്രയാണോ നമുക്ക് ട്രീറ്റ് ചെയ്യേണ്ടത് അത്രയും വോളിയം ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന ടാങ്ക് ആയിരിക്കണം നമ്മൾ എടുക്കാൻ പോകുന്ന ടാങ്ക്. അപ്പൊ അത് കണ്ടുപിടിക്കും. അപ്പൊ വോളിയം കിട്ടിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മൾ എന്ത് ചെയ്യണം, ലെങ്ത്തും വിഡ്ത്തും ഡെപ്തും കണ്ടുപിടിക്കണം. അപ്പൊ ലെങ്ത്തും വിഡ്ത്തും കണ്ടുപിടിച്ചതിന് ശേഷം എന്ത് ചെയ്യുക, ജസ്റ്റ് വി ഹാവ് ടു ചെക്ക് ഫോർ ദി ഹൊറിസോണ്ടൽ വെലോസിറ്റി. അതിനുശേഷം എന്ത് ചെയ്യുക, സ്കെച്ച് ചെയ്യുക. അപ്പൊ ഈ രീതിയിലാണ് നമുക്ക് ഇതിന്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടാവുക. ഇനി നമുക്ക് ഇത് എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നതെന്ന് നോക്കാം. സോ അസ്യൂം എ പീക്ക് ഫാക്ടർ ഓഫ് 2. എന്തുകൊണ്ടാണ് അസ്യൂം ചെയ്യുന്നത്, നമ്മുടെ ആവറേജ് പെർ ക്യാപിറ്റ ഡിമാൻഡ് ആണ് തന്നിരിക്കുന്നത്. പീക്ക് അവേഴ്സിലുള്ള ടൈമിൽ 120 ലിറ്റേഴ്സിൽ നിന്ന് അധികം തന്നെയായിരിക്കും നമ്മുടെ വാട്ടർ ഡിമാൻഡ്. അതുകൊണ്ടാണ് നമ്മളൊരു പീക്ക് ഫാക്ടർ 2 ആയിട്ട് ഡിസൈഡ് ചെയ്യുന്നത്. അപ്പൊ അത് ഡിസൈഡ് ചെയ്തതിനു ശേഷം എന്ത് ചെയ്യുക, വാട്ടർ റിക്വയർഡ് ഫോർ ദ പെർട്ടിക്കുലർ പോപ്പുലേഷൻ കണ്ടുപിടിക്കുക. സോ ദാറ്റ് വിൽ ബി ഈക്വൽ ടു 20,000 into 120 liter per day into 2. So this will be equal to 2 into 12 into 2, that is 48 liter, 48 into 10 power 5 liter per day.
Or I can say, if I remove liter, if I convert liter to meter cube, I can say 4800 meter cube per day. So this is the total amount that you have to get treated within a day. That means around 4,800 meter cube of water has to be treated in a day, or per hour you have to go for 200 meter cube of water to treat. Okay, so per hour you have to go for that much amount of water. So if you have to select a detention period of 6 hours, that means total 6 hours water has to be passed to the tank as a single batch. 6 മണിക്കൂർ കൊണ്ട് ട്രീറ്റ് ചെയ്യേണ്ട വാട്ടർ എത്രയാണ്? ഒരു മണിക്കൂറിൽ ഇത്ര വാട്ടർ ട്രീറ്റ് ചെയ്യണമെങ്കിൽ 6 മണിക്കൂർ കൊണ്ട് എത്ര വാട്ടർ ട്രീറ്റ് ചെയ്യാൻ പറ്റും? അത്രയും വാട്ടർ എന്ത് ചെയ്യണം? സിംഗിൾ ബാച്ച് ആയിട്ട് ടാങ്കിന്റെ അകത്തേക്ക് കയറ്റണം. കാരണം ഒരു മണിക്കൂറിൽ കയറിയ വെള്ളം 6 മണിക്കൂറിന് ശേഷമേ പുറത്തേക്ക് വരുള്ളൂ. അപ്പൊ അത്രയും ഡിറ്റൻഷൻ പീരീഡ് വരുമ്പോൾ നമുക്ക് 6 മണിക്കൂറിലെ വെള്ളം എന്ത് ചെയ്യണം? ആ സിംഗിൾ ബാച്ചിൽ ഇതാക്കണം. അങ്ങനെയാണെങ്കിൽ what will be the capacity of the tank, or what will be the total water treated in that 6 hours? That will be equal to water required into detention time. So substituting again, you will get 4800 meter cube per day. So divided by 24, appo per hour kittum into 6. So this will be equal to 1200 meter cube. So at a time you have to treat 1200 meter cube of water. Now for this capacity we have to decide the length, width and depth of the tank. 1200 meter cube ഉള്ള വോളിയം ഉള്ള ഒരു ടാങ്കിന്റെ ഡിസൈൻ ആണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പൊ അത് ചെയ്യാൻ വേണ്ടി നമുക്ക് ഇവിടെ ഡിറ്റൻഷൻ പീരീഡ് മാത്രമേ തന്നിട്ടുള്ളൂ, വേറെ ഡീറ്റെയിൽസ് ഒന്നും തരാത്തത് കൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാല് ആദ്യം സർഫസ് ഓവർഫ്ലോ റേറ്റ് ഡിസൈഡ് ചെയ്യണം. സർഫസ് ഓവർഫ്ലോ റേറ്റ് നമ്മൾ യൂഷ്വലി 30 to 50 റേഞ്ചസ് ഒക്കെ ചെയ്യും. പക്ഷെ ജനറൽ റേഞ്ച് ലെസ് ദാൻ 40 മീറ്റർ ക്യൂബ് ആണ് മോസ്റ്റ് ഓഫ് ദ കേസ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ ഞാൻ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാല് ഞാൻ ഇവിടെ 30 മീറ്റർ ക്യൂബ് പെർ ഡേ പെർ മീറ്റർ സ്ക്വയർ ആണ് സർഫസ് ഓവർഫ്ലോ റേറ്റ് ആയിട്ട് അസ്യൂം ചെയ്തിരിക്കുന്നത്. അപ്പൊ ആ അസ്യൂം ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുക നിങ്ങള്? What is surface overflow rate? It is otherwise known as velocity of descent, which does not depend upon depth. Which does not depend upon depth. Depth തന്നെ ഡിപ്പെൻഡ് ചെയ്യില്ല. Okay, so as surface overflow rate will be equal to water demand or Q divided by surface area. Okay, Q divided by LB. അപ്പൊ LB കണ്ടുപിടിച്ചൂടെ? അതായത് സർഫസ് ഏരിയ ഓഫ് ടാങ്ക് കണ്ടുപിടിച്ചൂടെ? എങ്ങനെ കണ്ടുപിടിക്കാം? സർഫസ് ഓഫ് ഏരിയ ഓഫ് ടാങ്ക് will be equal to 4800 divided by 30. 4800 divided by 30. So this will be equal to 160 meter square. Okay, ഇതാണ് നമ്മൾ ടോട്ടൽ ട്രീറ്റ് ചെയ്യേണ്ട വാട്ടർ. ഇതാണ് നമ്മൾ എടുത്തിരിക്കുന്ന സർഫസ് ഓവർഫ്ലോ റേറ്റ് ഫോർ എ ഡേ. ഒരു ഡേയിൽ ട്രീറ്റ് ചെയ്യേണ്ട വാട്ടർ ഇത്രയാണ്, ഒരു ഡേയുടെ സർഫസ് ഓവർഫ്ലോ റേറ്റ് ഇത്രയാണ്. അതുകൊണ്ട് സർഫസ് ഏരിയ എത്ര കിട്ടും? 4800 divided by 30. അപ്പൊ നമുക്ക് ഈ ഒരു സർഫസ് ഏരിയ കിട്ടി 160. അപ്പൊ നമുക്ക് വോളി അറിയാം. വോളി എത്രയാണ്? 1200 മീറ്റർ ക്യൂബ്. ഓക്കെ, അതേപോലെ ഈ സർഫസ് ഏരിയ എത്ര തന്നു? 160 മീറ്റർ സ്ക്വയർ. അങ്ങനെയാണെങ്കിൽ ഡെപ്ത് കണ്ടുപിടിക്കാമല്ലോ അല്ലെ? ഡെപ്ത് എത്രയാണ്? 1200 divided by 160. അപ്പൊ അത് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തിട്ട് എന്ത് ചെയ്യുക? ഡെപ്ത് കണ്ടുപിടിക്കാം. 1200 divided by 160. So this will be equal to 7.5 meter. അപ്പൊ ഇത് സോൺലി ഫോർ സ്റ്റോറിംഗ് വാട്ടർ മാത്രമാണ് ഈ 7.5. അപ്പൊ ഈ 7.5 യാതൊരു കാരണവശാലും സ്പില്ല് ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് എന്ത് ചെയ്യുക? ഒരു എക്സ്ട്രാ ഫ്രീ ബോർഡ് കൊടുക്കുക. 0.5 എക്സ്ട്രാ ഫ്രീ ബോർഡ് കൊടുക്കുക. അതേപോലെ ഇവിടെ നമുക്ക് എന്ത് ചെയ്യണം? സ്ലഡ്ജ് സ്റ്റോർ ചെയ്യണം അല്ലെ? അപ്പൊ സ്ലഡ്ജ് സ്റ്റോറിങ്ങിന് വേണ്ടിയിട്ട് എക്സ്ട്രാ എന്ത് ചെയ്യുക? ഒരു 1 മീറ്റർ കൊടുക്കാം. അപ്പൊ ഫ്രീ ബോർഡ് 1 മീറ്റർ, സ്ലഡ്ജ് ഡെപ്ത് ഫ്രീ ബോർഡ് 0.5 മീറ്റർ, സ്ലഡ്ജ് ഡെപ്ത് 1 മീറ്റർ. അപ്പൊ ടോട്ടൽ ഓവറോൾ ഡെപ്ത് എത്ര വരും? ടോട്ടൽ ഓവറോൾ ഡെപ്ത് എത്ര വരും? 7.5 plus 0.5 plus 1 meter. So this will be equal to 9 meter. So ഇതാണ് ഓവറോൾ ഡെപ്ത് ഓഫ് ദി ടാങ്ക്. ഇനി എന്ത് ചെയ്യാം? നമുക്ക് 160 മീറ്റർ സ്ക്വയർ സർഫസ് ഏരിയ തന്നിട്ടുണ്ട് അല്ലെ? അത് വെച്ചിട്ട് നമ്മൾ എല്ലും ബിയും കണ്ടുപിടിക്കണം. ഫോർ ദാറ്റ് പേർപ്പസ് അഗൈൻ ഐ എം അസ്യൂമിങ് എ റേഷ്യോ ഓഫ് L by B equal to 5. അപ്പൊ L by B equal to 5 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സർഫസ് ഏരിയ LB എത്രയുണ്ട്? 160 ഉണ്ട് അല്ലെ? അപ്പൊ LB is equal to 160.
So this implies L ന് പകരം 5b കൊടുക്കുക. അപ്പൊ 5b square is equal to 160 or b is equal to 5.66. Almost equal to എത്ര കൊടുക്കുന്നു ഞാൻ 6 meter കൊടുക്കുന്നു. ഓക്കെ, അപ്പം എത്ര കിട്ടി നമുക്ക് d equal to അല്ലെങ്കിൽ h equal to overall depth equal to 9 meter കിട്ടി. ഓക്കെ, width b is equal to 6 meter കിട്ടി. ഇനി എന്താ കണ്ടുപിടിക്കേണ്ടത്? L കണ്ടുപിടിക്കണം. L equal to എന്താണ്? 5b. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കുക, L equal to 5b ഞാൻ ഇവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യുമ്പോൾ ഇവിടെ ചെയ്യുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ 5 into 5.66 തന്നെ ചെയ്യുന്നത്. അപ്പൊ അത് ഓൾമോസ്റ്റ് ഈക്വൽ ടു 28 കിട്ടും. കാരണം 5 into 6 എടുത്തു കഴിഞ്ഞാൽ 30 കിട്ടും. ഓക്കെ, 5 into 6 എടുത്തു കഴിഞ്ഞാൽ എത്ര കിട്ടും? 30 കിട്ടും. അപ്പൊ 30യും വിഡ്ത്ത് 6ഉം കൂടി കൊടുത്തു കഴിഞ്ഞാൽ 30 into 6 സർഫസ് ഏരിയ എത്ര കിട്ടും? 180 കിട്ടും. നേരെ മറിച്ച് 28 into 6 എടുത്തു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ഐ തിങ്ക് അപ്രോക്സിമേറ്റ്ലി 168 കിട്ടും. എനിക്ക് എത്രയേ വേണ്ടു? 160 meter square വേണ്ടു. അപ്പൊ ഞാൻ ഈ 180 meter squareലേക്ക് പോകേണ്ട ആവശ്യമില്ല. ഐ ക്യാൻ പ്രിഫർ ദിസ് 168 meter square. അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ L equal to 5b ഈ റൗണ്ട് ഓഫ് ചെയ്ത 6 മീറ്ററിന് പകരം 5.6 വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? 28 meter ഡിസൈഡ് ചെയ്യുന്നത്. അപ്പൊ ചില കേസിൽ നിങ്ങൾക്ക് അപ്പൊ എന്തിനാ മിസ് ഇവിടെ റൗണ്ട് ഓഫ് ചെയ്ത് 6 meter? നമ്മൾ മാനുവലി ഇത് പ്രാക്ടിക്കൽ ഫീൽഡിൽ നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്തായാലും ഈ 5.66ലേക്ക് അത് നമുക്ക് എന്തായാലും ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? അത് 6 മീറ്ററിലേക്ക് റൗണ്ട് ഓഫ് ചെയ്യുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു? ലെങ്ത് എന്ത് ചെയ്യുന്നു? നമ്മൾ 28 ലിമിറ്റ് ചെയ്യുന്നു. സോ നമുക്കിവിടെ ഡെപ്ത് കിട്ടി, വിഡ്ത്ത് കിട്ടി, ലെങ്ത് 28 കിട്ടി. ഓക്കെ, നൗ വാട്ട് യു ഹാവ് ടു ഡു ഈസ് ചെക്ക് ഫോർ ദി ഹൊറിസോണ്ടൽ വെലോസിറ്റി. അപ്പൊ ഹൊറിസോണ്ടൽ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ v ഈക്വൽ ടു ഡിസ്ചാർജ് ബൈ ഹൊറിസോണ്ടൽ വെലോസിറ്റി കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് ഇതാ ഇവിടെ നോക്കിക്കോ. അപ്പൊ അത് ബാധിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇത്രയും പോർഷൻ ആണ്. ഈ ഇത്രയും പോർഷൻ ആണ് ഹൊറിസോണ്ടൽ വെലോസിറ്റിനെ ഡിറ്റർമിൻ ചെയ്യുന്നത്. അതായത് ഇതുവഴി ക്യൂ പാസ് ചെയ്യുമ്പോൾ ഈ ഏരിയ ആണ് ഈ വെലോസിറ്റിനെ ഡിറ്റർമിൻ ചെയ്യുന്നത്. അപ്പൊ ക്യൂ ഹൊറിസോണ്ടൽ വെലോസിറ്റി ഈസ് ഈക്വൽ ടു ക്യൂ ബൈ ബി ഇൻറ്റു ഡെപ്ത്. ഡെപ്ത് ഈസ് എച്ച്. അപ്പൊ ആ രീതിയിൽ വേണം നമ്മൾ എന്ത് ചെയ്യാൻ? ഹൊറിസോണ്ടൽ വെലോസിറ്റി കാൽക്കുലേറ്റ് ചെയ്യാം. ഹൊറിസോണ്ടൽ വെലോസിറ്റി കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എത്ര ആൻസർ കിട്ടും? ദിസ് വിൽ ബി ഈക്വൽ ടു 4800 ഡിവൈഡഡ് ബൈ വിഡ്ത്ത് എത്രയാ തന്നിരിക്കുന്നത്? 6 meter ഇൻറ്റു ഡെപ്ത് എത്രയാ തന്നിരിക്കുന്നത്? അഗെയിൻ വാട്ട് ഈസ് ദ ഡെപ്ത്? നമ്മൾ എടുത്തിരിക്കുന്ന ഡെപ്ത് എത്രയാണ്? 7.5. അപ്പൊ നമ്മളിത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടുന്ന വെച്ച് കഴിഞ്ഞാല് 106.66 meter per day കിട്ടും. ഓക്കെ, അപ്പം അത് നമ്മൾ കൺവേർട്ട് ചെയ്യുക സെന്റിമീറ്റർ പെർ മിനിറ്റിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ ഇത് സെന്റിമീറ്റർ പെർ മിനിറ്റിലേക്ക് കൺവേർട്ട് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 106.6 into 100 ഡിവൈഡഡ് ബൈ ഡേ 24 into 60 ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? വെലോസിറ്റി ഓഫ് ഫ്ലോ ആസ് 7.4 centimeter per minute കിട്ടും. This is less than 30 centimeter per minute. So the design is okay. അപ്പൊ ഇത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഒന്ന് അറിയിക്കണം.